ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി റാഗിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന പുട്ട്. പോഷകസമൃദ്ധമായ ഒന്നാണ് റാഗി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നുപോലെ കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ് റാഗി. ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുക. എല്ല് തേയ്മാനത്തിനും അസ്ഥികളുടെ ബലത്തിനും ഡയറ്റിനും അത്യന്താപേക്ഷിതമായ ഒന്നാണ് റാഗി. ഈ റാഗിപ്പൊടി കൊണ്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ 2 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് പുട്ടുപൊടി പരുവത്തിൽ കുഴച്ചെടുക്കണം. മാവ് കയ്യിൽ ഉരുട്ടുമ്പോഴേക്കും ഒരു ഉരുള പൊടിയാതെ തന്നെ ലഭിക്കണം. ആ പരുവമാകുന്നത് വരെ ഇതിനെ കുഴച്ചെടുക്കാം. ഇത് പരുവമായിട്ടുണ്ട്. കാണാൻ സാധിക്കും, പുട്ടുപൊടി കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതിനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായി വച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. പുട്ടുപൊടി വെന്തോ എന്നറിയാനായി കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടുമ്പോഴേക്കും ചെറിയ ഉരുളകളായി വരുന്നുണ്ട്. അപ്പോഴേക്കും പുട്ടുപൊടി പാകമായി എന്നറിയാം. ഇവിടെ പുട്ട് റെഡിയായിട്ടുണ്ട്. ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ശർക്കരയും തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ആവശ്യമില്ലാത്തവർക്ക് ശർക്കര ആവശ്യമില്ല, തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ശർക്കര വേണ്ട, പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് പുട്ടുപൊടിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ റാഗി കൊണ്ടുള്ള പുട്ട് റെഡിയായിട്ടുണ്ട്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ മാത്രം ചേർത്താൽ മതിയാകും. അതിനോടൊപ്പം പഴം ചേർത്ത് കഴിക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാരയും ചേർത്ത് കഴിക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് സമയം കൊണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന റാഗി പുട്ടാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.